എല്ലാവർക്കും പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ചന്തുമോളുടെ കേക്ക് മുറിക്കാനുള്ള സമയമായി. അന്തേക്കും നല്ല മാലാഹി പോലത്തെ ഡ്രസ്സ് മേടിച്ച് വെച്ചിട്ടുണ്ട് എന്ന് നയന പറഞ്ഞായിരുന്നല്ലോ. ആ ഡ്രസ്സൊക്കെ ഇട്ട് ദേവയാനിയുടെ കൂടെ ഇറങ്ങി വരുവാണ്. അന്നേരം ഇത് കാണുന്ന ജലജയ്ക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ജലജ പറയുവാണ്, എവിടുന്നോ വന്ന് കയറിയ ഒരു പെങ്കൊച്ചിന് വേണ്ടി പടപണ്ടാരം പോലത്തെ വലിയൊരു കേക്കാണ് ഇവിടെ മേടിച്ച് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? ഏതായാലും ഇതൊന്നും കാണാൻ എൻ്റെ മോനും മരുമോളും ഇവിടെ ഇല്ല. അവരവരുടെ കുഞ്ഞിനെയും കൊണ്ട് അവളുടെ വീട്ടിലേക്ക് പോയി എന്ന് പറയും. അത് കഴിഞ്ഞ് ദേവയാനിയും മോളും വന്നു കഴിയുമ്പോഴേക്കും ദേഷ്യം വന്നിട്ട് പിന്നെയും പറയുവാണ്, ഏതായാലും ബോധവും വിവരവും ഒക്കെ ഉള്ളവർ വളർത്തിയ മോൻ ഈ കുടുംബത്തിന് നല്ല സൽപ്പേരാണ് വാങ്ങി തന്നേക്കുന്നത് എന്ന് പറയുമ്പം ദേവയാനി പറയുന്നുണ്ട്, നീ എൻ്റെ മകനെ വിമർശിക്കേണ്ട, അവൻ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് ആ രീതിയിൽ സംസാരിക്കേണ്ട എന്ന് ദേവയാനി ജലജയോട് പറയുന്നുണ്ട്. പിന്നീട് ഗോവിന്ദനെയാണ് കാണിക്കുന്നത്. ഗോവിന്ദൻ പറയുവാണ്, നന്ദുവിന് ജോലി കിട്ടുന്നത് മിക്കവാറും ദൂരെ എവിടെയെങ്കിലും ആയിരിക്കും, അവർക്കിപ്പം ക്വാർട്ടേഴ്സും കിട്ടുമല്ലോ, അന്നേരം ഇവിടുന്ന് പോയി ആ ക്വാർട്ടേഴ്സിൽ താമസിക്കാം, ഈ വീട് പൂട്ടി താക്കോൽ ആദർശിൻ്റെ കയ്യിലേക്ക് കൊടുത്തേക്കാം എന്ന് പറയുന്നുണ്ട്. അങ്ങോട്ട് പോയത് അബിയല്ലേ, നന്നായിട്ട് എരിവ് ഏറ്റി കൊടുത്ത് കാണും, അതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. അത് കഴിഞ്ഞ് കനക നവിയോട് ചോദിക്കുന്നുണ്ട്, ഇതെല്ലാം അറിയാവുന്ന നയനമോൾ എന്തിനാണ് ആദർശിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകാത്ത, ആ പെങ്കൊച്ചിന് എന്താ പറ്റിയത് എന്ന് കനക ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ അനന്തപുരിയിലെ ബർത്ത്ഡേ ആഘോഷമാണ് കാണിക്കുന്നത്. നല്ല രീതിയിൽ അവർ ഉള്ളവരെല്ലാവരും കൂടെ സന്തോഷമായിട്ട് മോളുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ട്. ഇഷ്ടമല്ലെങ്കിലും ജലജയും ജാനകിയും അനാമികയും ഒക്കെ കൂടെ തന്നെ നിൽപ്പുണ്ട് കേട്ടോ.